ഗൈസ്, അപ്പോ ഞാനും ഇവിടെ ഒരു മടിച്ചിയുണ്ട്. ഞാൻ ചേച്ചി സമ്മതിക്കുന്നില്ല വീഡിയോ എടുക്കാൻ. ഞങ്ങളുടെ തങ്ക ചേച്ചിയാണ്. പിന്നെ വന്നിട്ടുണ്ട് തങ്ക ചേച്ചി. ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് പറ. ഹലോ ഹലോ ഗൈസ്. ഹലോ അങ്ങ് ക്യാമറ പൊത്തല്ലേ. ഹലോ പറ. ഹലോ. ഞങ്ങൾ പിസ്സ ഉണ്ടാക്കാൻ പോണ പറ. ഞങ്ങളെ അപ്പൊ ഞങ്ങൾ ഇന്ന് പിസ്സ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഇവിടെ ഞങ്ങളുടെ മെയിൻ ഷെഫ് ഉണ്ട്. അതെ, ഞങ്ങളുടെ ഷെഫ് ഞങ്ങൾക്ക് പിസ്സ ഉണ്ടാക്കി തരാൻ പോവാണ് ഗൈസ്. എല്ലാരും ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് പിസ്സ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. കുക്കിംഗ് പരിപാടിയിലേക്ക് കടക്കുന്നുണ്ട്. ആദ്യം എന്താ ചെയ്യാൻ പോണത്? നമ്മള് പഞ്ചസാര ഈസ്റ്റും പഞ്ചസാരയും കൂടി നമ്മൾ കലക്കി ഫെർമെന്റാക്കാൻ വെക്കണം. ഈസ്റ്റും പഞ്ചസാരയും കലക്കി നമ്മൾ ആദ്യം മറ്റേ ആ മൈദ കുഴക്കാൻ വേണ്ടി നമ്മൾ ബണ്ണുണ്ടാക്കിയ പോലെ സുധി അല്ലെ, ബണ്ണുണ്ടാക്കിയ പോലെ അത്ര ഫ്ലോപ്പായി പോകുന്നില്ല. അതെ, ഇന്ന് നമ്മൾ പിസ്സ സെറ്റ് ആക്കി എടുക്കാൻ പോവാണ്. മര്യാദക്ക് വീട്ടിൽ ഇരുന്ന് നാളെ നമ്മ ഇവിടെ കൊണ്ടുവന്ന് പട്ടിപ്പണി ചെയ്യിക്കാണ് ഗൈസ്. അവിടെ നിന്ന് പണി ചെയ്യട്ടെ അല്ലേ സുധി? നമുക്കിന്ന് പിസ്സ സെറ്റ് ആക്കി തരോന്നാ പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്താവുമെന്ന്. ഇത് റോസ്റ്റ് ചെയ്യാ കഴിഞ്ഞാൽ വേറെ ഫ്ലേവർ ആയിരിക്കും. അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്യാം തൊലി വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത് വേവിച്ചെടുക്കണോ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മറ്റേ കരിയിച്ചെടുത്തോ. ഇത് രണ്ടും അടിപൊളിയായിരിക്കും. കരിയിച്ചെടുക്കുകയാണെങ്കിൽ സ്മോക്കി ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ട് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് രണ്ടും വേവിക്കുന്ന സമയത്ത് ഇതിലാണെങ്കിലും ഇത് വേവിച്ചെടുക്കാൻ പറ്റും. അരയ്ക്കാൻ പറ്റും. ഇതിനകത്ത് രണ്ട് പാടും അതിൽ കൂടുതലുണ്ട്. എല്ലാം പറഞ്ഞിട്ട് പോയ ആളുകൾ വന്നിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ടീജയ്ക്ക് പിന്നെ ഇതൊക്കെ ഭയങ്കര കാര്യമാണ്. ടീജ ചെയ്ത് സെറ്റാക്കി തന്നെയാണ്. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിസ്സക്കുള്ള ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് കുറച്ച് അധികം നേരം വെക്കുന്നത് അത്രയും നല്ലതാണ്. അപ്പം അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, വേറെ മുളക് പൊടിയൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അവിടെ ഇച്ചിരി കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി ചില്ലി സോസ് ഇച്ചിരി അധികം കൂടിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇച്ചിരി എരിവുണ്ടാവുന്നുള്ള വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇനി ഈ ചിക്കനിലേക്ക് ഇച്ചിരി ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇത് പിസ്സയിൽ ഇടുന്ന ഒറിഗാനോ ആണ്. എന്നിട്ട് വേറെ നമ്മൾ മുളക് പൊടി, മഞ്ഞപ്പൊടി ആ സാധനം ഒന്നും നമ്മൾ ഇടുന്നില്ല. ഇത്ര സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കുറച്ചു നേരം വെക്കാം. നമുക്ക് ഇതിലത്തെ ഒരു ഇച്ചിരി വിനാഗിരിയും കൂടെ ആവശ്യമുണ്ട്. മീൻസ് മറ്റേ ചില്ലി സോസ് പോലെ അങ്ങോട്ട് ഒഴിക്കുന്നത് ഒരു ഇച്ചിരി മാത്രം. സൂക്ഷിച്ച് ഒരു ഇച്ചിരി മാത്രം മതി. സെറ്റ്. നമുക്ക് അടുത്തത് പിസ്സയുടെ സോസ് ഉണ്ടാക്കാനുള്ള തക്കാളിയും ഓണിയനും സവോളയും നമുക്ക് വേവിക്കാൻ വെക്കാം. കൂടെ ഒരു ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ഇടണം. ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് അധികം വേണ്ട, ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാം. നമുക്കിനി പിസ്സയുടെ ആ സാധനം അത് പൊടി നമുക്ക് മൈദ നമുക്ക് സെറ്റാക്കി വെക്കാം. ഒരു 1.5 കപ്പ് വേണ്ടി വരുമായിരിക്കും. 1 കപ്പ് മൈദ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു അരക്കപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഷെഫ് ചതിച്ച് ഗൈസ്. നമുക്ക് പിസ്സയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവര് പോയ വഴി പോയി. ഇപ്പൊ തന്നെ വന്നാ മതി. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മറ്റേ ഒറിഗാനോയുടെ സാധനം ഇടണം. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഇതിലേക്ക് ഇച്ചിരി ഒറിഗാനോ. ഇത് പിസ്സയുടെ സീസണിങ് ആണ്. ഒരു ഇച്ചിരി നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ നന്നായിട്ട് നമുക്ക്
കുഴച്ച് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. അധികം വെള്ളം കുറഞ്ഞു പോകരുത്, നല്ല ലൂസായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മുടെ മൈദ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ എണ്ണയൊക്കെ ഇതാക്കി സെറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 2 മണിക്കൂർ വെക്കണം. 2 മണിക്കൂർ വെക്കണം അവിടെ ഇരിക്കണേ. ഇവിടെ പിസ്സ കുക്കിംഗ് പരിപാടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഇത്തിരി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഷെഫ് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള പിസ്സ ആണല്ലോ ഉണ്ടാക്കാൻ പോകണം. നമ്മൾ കുറച്ച് എന്ത് പിസ്സ ഉണ്ടാക്കാൻ പോകണം? ചിക്കൻ പിസ്സയാണ് ഗൈസ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, പ്രകാശം പരക്കട്ടെ. ചില്ലി സോസ് ഇത്തിരി അധികം കൂടിപ്പോയായിരുന്നു അതില്. കുഴപ്പമുണ്ടാവും ചിക്കനില്. പ്രൊഫഷണൽ ഷെഫാണ്. ഇങ്ങനൊക്കെ പണി കിട്ടണമെങ്കിൽ പണി എടുക്കണമെങ്കിൽ വല്ലപ്പോഴൊക്കെ അടുക്കളയിൽ കയറണം. ഞാൻ കയറാറുണ്ട് അടുക്കളയിൽ ഫുഡ് എടുക്കാൻ വേണ്ടി. ചിക്കൻ ഫ്രൈ ചെയ്ത ഇതിലേക്ക് നമ്മൾ മഷ്റൂം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ മഷ്റൂമും നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതൊന്നും ബ്രോക്കോളി. ഒരു ഇച്ചിരി ഉപ്പും പെപ്പറും കൂടി ഇട്ട് നമുക്ക് ബ്രോക്കോളി സെറ്റാക്കി എടുക്കാം. അടുത്ത നമ്മള് ചീസൊക്കെ അരിഞ്ഞ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നമ്മൾ സോസ് ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. പൊടിയിടണ്ടേ മൈദ? നമ്മുടെ പൊടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പിസ്സ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് ഗൈസ്. എന്തൊക്കെ ഇട്ടിപ്പാ? ചീസ് ഇട്ട്, ബ്രോക്കോളി ഇട്ട്, പിന്നെ മഷ്റൂം ഇട്ട്, ഇങ്ങനത്തെ ക്യാപ്സിക്കം, ചിക്കനും ഓനിയനും കൂടെ നമുക്ക് ഇട്ടെടുക്കാം. ശരിയായാൽ മതി അല്ലേ? നമ്മൾ നമ്മുടെ പിസ്സ ഓവൻ സെറ്റപ്പിൽ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിന് 10 മിനിറ്റ് ഞങ്ങളൊന്ന് റെഡിയായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ പിസ്സ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കാഴ്ചതാ കേട്ടാ. അങ്ങനെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. പക്ഷേ പിസ്സ ഉണ്ടാക്കാൻ നിന്ന ഷെഫൊക്കെ പോയി കളഞ്ഞു. അവർക്കെന്തോ തിരക്ക് വന്നിട്ട് അവർ പോയിട്ടുണ്ട്. പക്ഷേ ഈ പിസ്സ കഴിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. ഇരുട്ടുന്നതുകൊണ്ട് അവർ വരാൻ വെയിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ കട്ട് ചെയ്ത് സുധി പിസ്സ കട്ട് ചെയ്യുന്നുണ്ട്. നല്ല ചൂടുണ്ട്. ചീസൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം മുറിച്ച് സെറ്റാക്കാം. സുധി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്.
പുള്ളി പോയ നല്ല ചൂടാൻ കഴിച്ച് ഞങ്ങിപ്പോൾ എടുത്തേ ഉള്ളു. എങ്ങനെയുണ്ട് സുധി? ചിക്കൻ അടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ട്. അടുത്ത വീഡിയോ എങ്ങനെയുണ്ട് ഏട്ടെ? എങ്ങനെയുണ്ട്? യെസ്, നമുക്ക് അപ്രൂവ് കിട്ടി. നല്ല സൂപ്പർ പിസ്സ ആയിരുന്നു ഗൈസ്. ഞാൻ ഓർത്തില്ല ഇത്രയും ശരിയാവും അല്ലേ. എല്ലാം നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.